മാധുര്യമേറിയ ദൈവതിരുനാമത്തിന് മഹത്വം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 121 സങ്കീർത്തനം 4 വാക്യം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. നമുക്കറിയാം, ലോകത്തിലെ സകല മനുഷ്യർക്കും ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങളില്ലാത്ത മനുഷ്യരായി ആരും തന്നെ ഇല്ലല്ലോ. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ മറ്റുള്ളവരെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ മനുഷ്യജീവിതം മുൻപോട്ട് പോകത്തുള്ളൂ. എത്ര വലിയ കരുത്തുറ്റ മനുഷ്യരായിക്കോട്ടെ, ഒരു കഠിന ജോലി ചെയ്തു കഴിയുമ്പോൾ തന്നെ തീർച്ചയായും അവർക്ക് മയക്കം പിടിക്കും. രാത്രിയായാൽ ഉറങ്ങിയെങ്കിലേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. 2-3 ദിവസങ്ങൾ തുടർച്ചയായി ഉറങ്ങാൻ സാധിച്ചില്ല എങ്കിൽ ഏതൊരു മനുഷ്യന്റെയും മാനസിക നില പോലും ഒരുപക്ഷെ തെറ്റിപ്പോകാം. അത്രയും ലിമിറ്റേഷൻസ് ഉള്ള, പരിമിതിയുള്ളവരാണ് മനുഷ്യർ. എന്നാൽ സ്വർഗത്തിലെ ദൈവം അങ്ങനെയല്ല. സ്വർഗത്തിലെ ദൈവത്തിന് മയക്കം പിടിക്കില്ല, ഉറക്കം വേണ്ട. കാരണം ദൈവം സർവശക്തിമാനാണ്. മനുഷ്യനെ പോലെ ആവശ്യങ്ങളില്ലാത്തവനാണ് നമ്മുടെ ദൈവം. ആ ആവശ്യങ്ങളില്ലാത്ത, സർവശക്തിമാനായ, മയക്കം പിടിക്കാത്ത, ഉറക്കം പിടിക്കാത്ത ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ചെറിയ വിഷയമായിക്കോട്ടെ, വലിയ വിഷയമായിക്കോട്ടെ, അവന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറായാൽ, ഞാൻ പറയട്ടെ, മനുഷ്യൻ പരിമിതിയുള്ളവനാണ്, അപാകതകളുള്ളവനാണ്. ആ പരിമിതിയുള്ള, അപാകതകളുള്ള മനുഷ്യന്റെ കൈകളിൽ കൊടുക്കുന്നതിനേക്കാൾ കുഞ്ഞെ, നിന്റെ വിഷയം ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുത്താൽ ആ വിഷയത്തിന് വേഗത്തിൽ തന്നെ പരിഹാരം കൽപ്പിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോ. നിന്റെ വിഷയങ്ങൾ അത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊടുക്ക്. അവനത് ഏറ്റവും നന്നാക്കി, കുറവുകളെ പരിഹരിച്ചുകൊണ്ട്, കേടുകളെ, അപാകതകളെ മാറ്റിക്കൊണ്ട് അതിനെ ഒരു പുതിയ സൃഷ്ടിയാക്കി നിന്റെ കൈകളിൽ തരും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾ ഹൃദയത്തിൽ ഒന്ന് ഏറ്റെടുത്ത് ധൈര്യപ്പെടുക. മേ ഗോഡ് ബ്ലസ്.